I'm Dr. Archana. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ എലീറ്റ് ഹെൽത്ത് സയൻസ് എന്ന് പറഞ്ഞൊരു വിഭാഗത്തിലെ ഒരു കോഴ്സിനെ കുറിച്ചാണ്. അതായത് BSc കാർഡിയാക് കെയർ ടെക്നോളജി അഥവാ BSc CCT കുറിച്ച്. ഈ ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ +2 സയൻസ് എടുത്ത ഏത് വിദ്യാർത്ഥിക്കും എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. ടോട്ടൽ 4 ഇയേഴ്സ് ആണ് നമുക്ക് ഈ കോഴ്സ് പഠിക്കാനുണ്ടാവുക. ഇനിയിപ്പൊ നിങ്ങൾ ഒരു ഹ്യൂമൻ ഹാർട്ടിലെ ഹൃദയത്തിനോട് കൂടുതൽ, അതായത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അതിൽ നല്ല ക്യൂരിയോസിറ്റി, കാരണം നിങ്ങൾ +1 +2 തന്നെ ഈ ഒരു ഹാർട്ടിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണം, ആ ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ കോഴ്സാണ് ഈ BSc CCT എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് മെയിനായിട്ട് ഹാർട്ട് റിലേറ്റഡാ, ഹ്യൂമൻ ഹാർട്ട് റിലേറ്റഡാ. അതായത് ഹ്യൂമൻ ഹാർട്ടിന്റെ അനാറ്റമി, ഫിസിയോളജി, അതുപോലെ നോർമലി എങ്ങനെയാണ് ഹ്യൂമൻ ഹാർട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്, അതിന്റെ ആക്ടിവിറ്റീസും, അതുപോലെ തന്നെ അതിന്റെ അബ്നോർമൽ ആക്ടിവിറ്റീസിനെ കുറിച്ചും പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ്, ഒരു കോഴ്സുമാണ് ഈ BSc CCT എന്ന് പറയുന്നത് നമ്മൾ. അപ്പം ഇതിൽ തന്നെ ഇപ്പം നമ്മളൊരു പേഷ്യന്റ് വന്നു, നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും അവരുടെ ഹാർട്ട് നോർമലി ആണോ ഫംഗ്ഷൻ ചെയ്യുന്നത് അല്ലേ? നമ്മൾ അവരുടെ സിംറ്റംസ് വെച്ച് നമ്മൾ ചെയ്യും. അത് അല്ലാണ്ട് തന്നെ അവരുടെ ഹാർട്ട് ഫംഗ്ഷൻസ് ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ബേസിക് തൊട്ടിട്ടുള്ള അഡ്വാൻസ് എക്വിപ്മെന്റ്സിനെ കുറിച്ച് നമ്മൾ അറിയും, പഠിക്കുകയും ചെയ്യും. അതായത് ECG, എക്കോകാർഡിയോഗ്രഫി, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും നമ്മൾ അറിയണം. ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലും ഈ കാർഡിയാക് സെന്റേഴ്സ്, അതുപോലെ തന്നെ കാത്ത് ലാബിലൊക്കെ നടക്കുന്ന പ്രൊസീജിയേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാനുണ്ടാവും ഇതിൽ. ഇനി ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ജോലിയാണ് ഉണ്ടാവുക? മെയിൻ ആയിട്ട് അറിയാലോ, നമ്മളൊരു കാർഡിയോളജിസ്റ്റിനെ ആയിരിക്കും അസിസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ. അതായത് ഈ ഹാർട്ട് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. ഇതിൽ എന്തെങ്കിലും കുറച്ച് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സർജറീസും ഓപ്പറേഷൻസും തന്നെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം പക്ക നോർമൽ ആക്കിയിട്ട് എടുക്കണ്ടെങ്കിൽ സർജറീസും ഓപ്പറേഷൻസും വേണ്ടി വരും അങ്ങനത്തെ ട്രീറ്റ്മെന്റ്സിന്. അപ്പം അതിൽ തന്നെ നമ്മൾ ഓപ്പൺ ഹാർട്ട് സർജറീസ് ഉണ്ട്, ഈ ഹാർട്ട് വാൽവിന്റെ സർജറീസ് ഉണ്ട്, അതുപോലെ തന്നെ പേസ് മേക്കർ പ്ലേസ്മെന്റ്സും, ഇങ്ങനത്തെ കുറെ ഇത് ഈ ലൈക്ക് നോർമൽ സർജറീസ് തൊട്ട് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് വരെ ചെയ്യുന്ന സർജറീസ് ഒക്കെ നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും ഇതിൽ. പിന്നെ ഇങ്ങനത്തെ ലൈഫ് സേവിങ് പ്രൊസീജിയേഴ്സ് നമുക്ക് കാണാനും അതുപോലെ അത് ചെയ്യുന്നതിൻ്റെ ഒരു പാർട്ടായിട്ടും ഇതിൽ നിൽക്കാൻ പറ്റും. പിന്നെ ഇനി ഈ ഒരു ഫീൽഡിൽ കുറച്ചും കൂടി പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് MSc ഒക്കെ പെർസ്യൂ ചെയ്യാൻ പറ്റും. ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണം, അതായത് ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കും അല്ലെങ്കിൽ ഏത് കോളേജസിൽ പഠിക്കും, അപ്പം എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെയൊക്കെ അറിയണ്ടെങ്കിൽ കോൺടാക്ട് us.